വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പകുതി നമ്മളിൽ നിന്നും പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ റമദാനിൽ ജീവിച്ചു തീർത്ത ദിവസങ്ങൾ അത്രയും നമുക്കിനി ബാക്കിയില്ല. അതിനേക്കാൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ കർമ്മങ്ങളെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തി അതിൽ തിരുത്തേണ്ടവ തിരുത്തി പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് ഇനി വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോരായ്മകൾ നികത്തി ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 10കളേക്കാൾ ശ്രേഷ്ഠമായതാണ്. ആ അവസാനത്തെ 10ൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുപാട് ഓഫറുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്കുള്ള ഓഫറുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരായി മാറേണ്ടതുണ്ട്. ഇഹലോകത്ത് നമുക്ക് ഒരു ഓഫർ കിട്ടിയാൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ റീചാർജിനൊരു ഓഫർ ഉണ്ടെന്നറിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ബ്രാൻഡ് വസ്ത്രങ്ങൾക്ക് ഓഫറുണ്ട്, വില കുറഞ്ഞ് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്താതെ ഏറ്റവും ആദ്യം അത് കരസ്ഥമാക്കാൻ നമ്മളൊക്കെ ഓടിച്ചെല്ലും. അത് മറ്റാർക്കെങ്കിലും കിട്ടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടണം, അതല്ലെങ്കിൽ ആ ഓഫർ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് നേടിയെടുക്കണം എന്ന ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഭൗതികമായ വിഷയങ്ങൾ നമ്മൾ അങ്ങനെയാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി ഇതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും ഇതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയും പരലോകത്തിൻ്റെ വിഷയത്തിൽ അവൻ കാണിക്കും എന്നുള്ളതാണ്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ച് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ ഭാര്യമാർ പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശർ, അവസാനത്തെ 10ലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരമുണ്ട് മുറുക്കി ഉടുക്കും എന്നാണ്. ശദ്ദ മിഅ്സറഹു എന്ന ഹദീസിനെ പണ്ഡിതന്മാർ 2 രൂപത്തിലാണ് വ്യാഖ്യാനിച്ചത്. ഒന്ന്, ഭാര്യമാരിൽ നിന്നും രാത്രി പരിപൂർണമായി വിട്ടുനിൽക്കും, അതാണ് അരമുറുക്കി ഉടുക്കുക എന്നതിൻ്റെ ഉദ്ദേശം. ലൈംഗികമായ കാര്യങ്ങളിലേക്ക്, ഭാര്യയുമായി ബന്ധപ്പെട്ട സല്ലാപങ്ങളിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പ്രവേശിക്കില്ല, അവരിൽ നിന്നും മാറി നിൽക്കും എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. രണ്ടാമത്തേത്, സാധാരണ നമ്മളൊക്കെ ഒരു ജോലിക്കിറങ്ങുമ്പോൾ അല്പം പ്രയാസമുള്ള ജോലിയാണ് എങ്കിൽ, കൂടുതൽ നന്നായി പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വസ്ത്രം അരമുണ്ടൊക്കെ ഒന്ന് മുറുക്കി ഉടുത്ത് ഒരുങ്ങിയാണ് നമ്മൾ ഇറങ്ങുക. ആ ഉദ്ദേശം കിനായത്താണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശമെന്ന് മറുവിഭാഗം പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ ഒരുങ്ങിയിറങ്ങുമായിരുന്നുവെന്നാണ്. എങ്ങനെയാണ് പ്രവാചകൻ ഒരുങ്ങിയിറക്കം? വഅഹ്യാ ലൈലഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രാവുകളെ ജീവിപ്പിക്കും. റമദാനിലെ അവസാനത്തെ 10ൽ രാത്രി ഉറക്കമൊഴിച്ച് അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കാൻ, നന്മകൾ അധികരിപ്പിക്കുവാൻ പ്രവാചകൻ രാവുകളെ ജീവിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ ഒറ്റക്കായിരുന്നില്ല പണിയെടുത്തിരുന്നത്. വഅയ്ഖള അഹ്ലഹു, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തി അവരെയും കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോയിരുന്നു എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ അവസാനത്തെ 10ൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി യഅ്തകിഫു ഫി അശ്റിൽ അവാഖിർ, അവസാനത്തെ 10ൽ പ്രവാചകൻ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം, ഹിജ്റ 10-ാം വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു എന്നാണ്. അതിനുശേഷം സുമ്മ ഇഅ്തകഫ അസ്വാജഹു മിൻ ബഅദി ദാലിക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അതിനുശേഷം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം, പ്രവാചകൻ ഇല്ലാത്ത സമയത്തും റസൂലിന്റെ ഭാര്യമാർ അള്ളാഹിന്റെ റസൂലിന്റെ പള്ളിയിൽ, മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നാണ്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം അവസാനത്തെ 10ൽ റസൂലിന്റെ കാലഘട്ടം മുതൽ പള്ളിയിൽ ഇഅ്തികാഫിലായിരുന്നു. ആ മാതൃക റസൂലിന്റെ സഹാബികൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിലുള്ള താബിഈകളും നമ്മുടെ സലഫുകളായ മുൻഗാമികളെല്ലാം ആ മാതൃകയെ ഏറ്റെടുത്ത് അവസാനത്തെ 10നെ അവർ ജീവിപ്പിക്കുവാൻ സന്നദ്ധമായിട്ടുണ്ട്.
അവസാനത്തെ 10 തൻ്റെ ജോലിയിൽ നിന്നും തിരക്കിൽ നിന്നുമൊക്കെ മാറി നിന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പരിപൂർണമായും കഴിഞ്ഞുകൂടാനായിരുന്നു അവർ പരിശ്രമിച്ചിരുന്നത്. അവസാനത്തെ 10 പൂർണ്ണമായും 21ാമത്തെ നോമ്പിൻ്റെ അന്ന് മഗ്‌രിബിന് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസം പിറവി കണ്ടാൽ അതല്ലെങ്കിൽ 30 പൂർത്തിയായാൽ ആ മഗ്‌രിബിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നത്. അത്രയും പരിപൂർണമായി റസൂലും സഹാബികളും ഇഅ്തികാഫിലായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ സാധ്യമാകുമെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളതിന് തയ്യാറെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു റമദാൻ കടന്നു വരുമെന്ന് നമ്മൾക്ക് ഒരാൾക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് 6 അടി മണ്ണിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും എപ്പോഴാണ് നമ്മളുടെ ടിക്കറ്റ് കാത്തു നിൽക്കുന്ന നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല. അടുത്ത റമദാൻ മാസത്തിലേക്ക് നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ റമദാനാണ് എന്ന ഉദ്ദേശത്തിൽ അങ്ങനത്തെ ഒരു ചിന്തയിൽ ഈ റമദാനിൻ്റെ അവസാനത്തെ 10 ഉപയോഗിക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാനുകൾ ഒരുപക്ഷെ നമ്മൾ പള്ളികളിൽ ഇരുന്നിട്ടുണ്ടാകില്ല. കഴിഞ്ഞ റമദാനുകളൊക്കെ നമ്മൾ പല തരത്തിലുള്ള തിരക്കുകളിലായിരിക്കും. ആ തിരക്കുകളൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാറ്റിവെക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സാധ്യമാകുമെങ്കിൽ 10 ദിവസവും ദിനരാത്രവും പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടാൻ നമ്മൾ സന്നദ്ധമാകണം. ഭക്ഷണവും മറ്റുമൊക്കെ നമുക്ക് ആരെങ്കിലും ഏർപ്പാടാക്കാനും വീട്ടിൽ നിന്ന് കൊണ്ടുതരാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടുമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകും. ഇനി അതല്ല എങ്കിൽ സാധ്യമാകുന്ന സമയം അത്രയും പകലിൽ ഒഴിവുള്ള സമയങ്ങളിൽ നേരെ പള്ളിയിലേക്ക് വന്നിരിക്കുക. രാത്രി എന്തായിരുന്നാലും ജോലി കഴിഞ്ഞാൽ നമ്മൾ നേരെ പള്ളിയിലേക്ക് മഗ്‌രിബോടുകൂടി തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ, പള്ളിയിൽ ഇഅ്തികാഫിരിക്കുവാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും പാപങ്ങൾ അള്ളാഹുവോട് ഏറ്റു പറഞ്ഞുകൊണ്ടും പാപമോചനം നടത്തിക്കൊണ്ടുമൊക്കെ പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇഅ്തികാഫിരിക്കാൻ മാത്രം സ്ത്രീകൾക്കടക്കം പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ മാത്രമുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്തുകളാണ്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾ ആളുകൾക്ക് അറിയിക്കണം. മറ്റുള്ള ആളുകളോടൊക്കെ അറിയിച്ച് അവരോടൊക്കെ പള്ളിയിലേക്ക് ഇഅ്തികാഫിന് സൗകര്യമുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ വരണമെന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാളെ പരലോകത്ത് ചോദിക്കും, ഉറപ്പാണ്. ആ ചോദ്യത്തിന് അല്ലാഹുവോട് മറുപടി പറഞ്ഞിട്ടല്ലാതെ നമ്മൾക്ക് നമ്മുടെ കാലടിപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഇഅ്തികാഫിരിക്കാൻ മാത്രം സൗകര്യങ്ങൾ പള്ളിയിൽ ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ആ ഒരു ഫീലിംഗ് ഇല്ലാത്ത രൂപത്തിൽ AC ഉള്ള നല്ല സൗകര്യത്തിൽ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ നമുക്ക് പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ മാത്രമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങാൻ നമ്മൾ സന്നദ്ധമായിട്ടില്ല എങ്കിൽ വല്ലാഹി അള്ളാഹുവാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഈ അനുഗ്രഹങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ മറുപടി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞും നമസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തുമൊക്കെ ആ സമയത്ത് കഴിച്ചു കൂട്ടാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമ്മളിപ്പോൾ പിന്നോട്ടാണെങ്കിൽ ആ അവസാനത്തെ 10 കൊണ്ട് അതെല്ലാം തിരിച്ചെടുത്ത് കൂടുതൽ ഖുർആൻ ഓതിക്കൊണ്ട് 2, 3, 4 തവണയൊക്കെ പാരായണം ചെയ്ത് തീർക്കാനുള്ള സമയവും ശ്രദ്ധയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ രൂപത്തിൽ സഹോദരന്മാരെ അവസാനത്തെ 10 ഉപയോഗിക്കുവാൻ നമ്മൾ സന്നദ്ധമാക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ ഇപ്പോഴേ നിയ്യത്ത് വെച്ച് മനസ്സ് വെച്ച് ഒരുങ്ങിയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതേപോലെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ റമദാൻ മാസത്തിന്റെ 17ലേക്ക് നമ്മൾ അടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷം തന്നെ ഇസ്ലാമിന്റെ വലിയ വിജയത്തിനു വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ചരിത്രം നമ്മൾ എല്ലാ റമദാനുകളിലും ഓർക്കാറുണ്ട്. ഹിജ്റ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷം തന്നെ റമദാന്റെ 17-ൽ റസൂലും സഹാബികളും ശത്രുക്കൾ നേരിടാൻ വേണ്ടി ഏറ്റുമുട്ടാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെട്ട സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. ആ ബദർ എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ അയവിറക്കാറുണ്ട്. ബദറിന്റെ ചരിത്രം, ബദറിലേക്ക് പ്രവാചകന് പുറപ്പെട്ടത്, അബൂ സുഫിയാനെയും സംഘത്തെയും തടയാൻ പോയത്, 300-ലധികമുള്ള സഹാബികൾ ഏറ്റുമുട്ടിയത്, 14 സഹാബികൾ ഷഹീദായത് ഒക്കെ നമ്മൾ ആവർത്തിച്ച് എല്ലാ വർഷവും കേൾക്കുന്നതാണ്. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നതിന് അർത്ഥമില്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. എന്നാൽ സഹോദരന്മാരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ടത് നമ്മൾ നേടിയെടുക്കണം. വിശ്വാസിയുടെ പ്രത്യേകത ഏതാണ്? എന്തുണ്ടെങ്കിലും അതിൽ എനിക്കെന്ത് ഗുണപാഠമുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 13-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചത് ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖത, രണ്ട് വിഭാഗം ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടലിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ബദറിലെ വലിയ ദൃഷ്ടാന്തം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്നല്ല, ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ, ഗുണപാഠങ്ങൾ. ആ ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, രണ്ട് സംഘങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടാൻ ഇറങ്ങിയവരാണ്. രണ്ടാമത്തേത് വഉഖറ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വഉഖറ കാഫിറ, രണ്ടാമത്തെ വിഭാഗം അവർ കാഫിറാണ്, സത്യനിഷേധികളാണ്, കുഫാറുകളാണ്. അവർ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അവരുടെ കണ്ണുകളിൽ നിങ്ങളെ നേരെ ഇരട്ടിയായിട്ടാണ് അവർക്ക് തോന്നിയത്. മുസ്ലിം സൈന്യത്തിന്റെ 3 ഇരട്ടിയായിരുന്നു ശത്രു സൈന്യം ഉണ്ടായത്. എന്നാൽ മുസ്ലിം സൈന്യത്തെ ശത്രു സൈന്യത്തിന്റെ ഇരട്ടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണ്ണുകളിൽ തോന്നിപ്പിച്ചത്. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സഹായം നൽകും. ഇന്ന ഫീ ദാലിക ലഇബ്റ ലിഉലിൽ അബ്സാർ, ആയത്ത് റബ്ബ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റ, നിശ്ചയമായും ഈ വിഷയത്തിൽ, ഈ ബദറിൽ, മഹത്തായ സംഭവത്തിൽ നിങ്ങൾക്ക് ഇബ്റത്തുണ്ട്, നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. ആർക്കാണ്? ലിഉലിൽ അബ്സാർ, കണ്ണുള്ള കാഴ്ചയുള്ള ഏതൊരാൾക്കും, നോക്കിക്കാണാൻ കഴിയുന്നവർക്കെല്ലാം ഈ ബദറിന്റെ ഏറ്റുമുട്ടലിൽ വലിയ ഗുണപാഠങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ബദറിലെ ഈ ഗുണപാഠങ്ങൾ മനസ്സിലാക്കാൻ, ആ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വെക്കുവാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ബദർ യുദ്ധത്തിന്റെ 1-ാമത്തെ അള്ളാഹുവിന്റെ കൽപ്പന മുതൽ, റസൂലും സഹാബികളും ഇറങ്ങിയത് മുതൽ ബദറിൽ വിജയിച്ച് തിരിച്ചു വരെയുമുള്ള വലിയ ആ സമയത്തിന്റെ ഓരോ നിമിഷത്തിലും നമുക്കുള്ള ഗുണപാഠങ്ങൾ എണ്ണി 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 പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പറയുവാൻ മാത്രമുള്ള സമയവും സന്ദർഭവും നമുക്കില്ല. സഹോദരന്മാരെ, ബദറിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ചില ഗുണപാഠങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി സഹോദരന്മാരെ, സഹോദരിമാരെ, ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന മാതൃക എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി ക്ഷമയും തഖ്വയും ഉണ്ടോ അവന് ഏറ്റവും വലിയ വിജയം ലഭിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിന്റെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബല ഇൻ തസ്ബിറു വ തത്തഖു, നിങ്ങൾ ക്ഷമിച്ചാൽ, നിങ്ങൾ തഖ്വ പാലിച്ചാൽ, മിൻ ഫൗരിഹിം വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ വയുംദിദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ, നിങ്ങൾ ക്ഷമിച്ചതിന്റെയും നിങ്ങൾ തഖ്വ പാലിച്ചതിന്റെയും കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തുടരെ തുടരെ 5000 മലക്കുകളെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ട് എന്നാണ്. നമുക്കറിയാം, ബദർ എന്ന് പറഞ്ഞാൽ 300-ൽ പരം വരുന്ന സഹാബികൾ, അവരുടെ കൈകളിൽ യുദ്ധത്തിന് മാത്രമുള്ള പരിപൂർണമായ കോപ്പുണ്ടായിരുന്നില്ല. അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതുമായിരുന്നില്ല. അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിൽ ലാഭകരി തിരിച്ചു വരുമ്പോൾ ആ കച്ചവട സംഘത്തെ തടയുക എന്നത് മാത്രമായിരുന്നു റസൂലുടെയും സഹാബികളുടെയും ഉദ്ദേശം. പിന്നീട് അബൂ സുഫിയാൻ മക്കയിലേക്ക് ആളെ പറഞ്ഞയച്ച് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം പുറപ്പെട്ടപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സൈന്യത്തോട് യുദ്ധത്തിനിറങ്ങണമെന്ന് കൽപ്പിക്കുന്നത്. ആ കൽപ്പന വന്നപ്പോൾ പ്രവാചകൻ സഹാബികൾ മശൂറ കൂടുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സഹാബി യുദ്ധത്തിനിറങ്ങുമ്പോൾ അവരുടെ കൈകളിൽ ആളുകൾ തികയെ ഒട്ടകമുണ്ടായിരുന്നില്ല, എല്ലാവർക്കുമുള്ള കുതിര ഉണ്ടായിരുന്നില്ല. ഒരൊട്ടകപ്പുറച്ച് 2-3 ഒക്കെ ആളുകൾ ഇരുന്നായിരുന്നു അവർ ബദറിലേക്ക് പോയിരുന്നത്. അവരുടെ കൈകളിൽ, എല്ലാവരുടെ കൈകളിലും നല്ല വാളുകൾ ഉണ്ടായിരുന്നില്ല. ചിലരുടെ കൈകളിൽ പൊട്ടിയ വാളുകളായിരുന്നു. എല്ലാവരുടെയും കരങ്ങളിൽ പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ശുഷ്കമായ യുദ്ധ സാമഗ്രികളുമായിട്ടാണ് അവർ പോയിരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ, പ്രയാസമുണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ ക്ഷമിക്കാൻ തയ്യാറായി. തൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസിയുടെ ഗുണമാണ്. നമ്മളെല്ലാവരും ആർജിച്ചെടുക്കേണ്ട ഒരു ഗുണമാണ് ക്ഷമ എന്നുള്ളത്. ഇന്ന സബറ ഇൻദ സദബത്തിൽ ഊല, ക്ഷമ എപ്പോഴാണ് വേണ്ടത്? അത് എപ്പോഴും ആദ്യ സമയത്താണ്. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ആ പ്രയാസത്തിൽ പൊട്ടിത്തെറിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരിക്കലും ക്ഷമയല്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന്റെ തുടക്കം മുതൽ തന്നെ ഇതെനിക്ക് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു നൽകിയതല്ലാതെ എനിക്ക് മറ്റൊന്നും സംഭവിക്കില്ല
എന്ന് പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നവരെ നമ്മൾ മാറേണ്ടതുണ്ട്. നമുക്ക് അസുഖം വന്നാൽ, നമ്മുടെ മക്കൾക്ക് അസുഖം വന്നാൽ, കുടുംബത്തിൽ പ്രയാസമുണ്ടായാൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായാൽ, ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒക്കെ എല്ലാം അള്ളാഹു നിശ്ചയിച്ചത്, അതിനപ്പുറത്തൊന്നും നടക്കില്ല എന്ന ഒരു തീരുമാനത്തിൽ പരിപൂർണമായും ക്ഷമിക്കാൻ നമ്മൾ കഴിയണം. അങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് വിജയമെന്ന് അള്ളാഹു ബദറിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, നിങ്ങൾ തഖ്വ കൈക്കൊള്ളണം എന്നാണ്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ജീവിതത്തിന്റെ 2 ലോകത്തേക്കുമുള്ള വിജയമന്ത്രമാണ്. പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നവർ അവർ തഖ്വ പാലിച്ചവർ മാത്രമാണ്. എന്താണ് തഖ്വയെന്നും തഖ്വന്റെ നേട്ടം എന്താണ് എന്നും കഴിഞ്ഞയാഴ്ച നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ആ തഖ്വ നമ്മൾക്കുണ്ടെങ്കിൽ, ജീവിതത്തിൽ പടച്ചറപ്പിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുമെന്നാണ്. തഖ്വ പാലിച്ച ആളുകൾക്ക്, ക്ഷമ പാലിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും റിസ്ഖും ഒക്കെ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തഖ്വയും ക്ഷമയുമാണ് ബദർ നമുക്ക് നൽകേണ്ട ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത് സഹോദരന്മാരെ, ബദറിനെ കുറിച്ച് നമുക്ക് വിശ്വാസികളെ പഠിപ്പിക്കുന്ന നേട്ടം, വിശ്വാസികൾ പഠിപ്പിക്കുന്ന ഗുണപാഠം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ളത് ഏതൊരുവന്റെയും നാശമാണ് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ 47-ാമത്തെ വചനത്തിൽ ബദറിൽ പുറപ്പെട്ട ശത്രുക്കളെ കുറിച്ച് പറഞ്ഞു, വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആൻ നാസ്, നിങ്ങൾ അഹങ്കാരത്തോടു കൂടിയും ജനങ്ങളെ കാണിക്കണമെന്ന ഉദ്ദേശത്തിൽ കൂടിയും വീടുകളിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ നിങ്ങളായിത്തീരുവാൻ വേണ്ടി പാടില്ല. വയസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി പുറപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആയിത്തീരുവാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ബദറിൽ അഹങ്കാരത്തിലായിരുന്നു അബൂജഹലും സംഘവും പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും തടയാൻ വേണ്ടി ആളെ വിട്ടുതരണമെന്ന് അബൂ സുഫിയാൻ ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അബൂജഹലും സംഘവും അവിടെ 1000-ൽ പരം വരുന്ന സൈന്യവുമായി കൂടെ അവർ പുറപ്പെട്ടു. പിന്നീട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മറ്റൊരു വഴിയിൽ കൂടെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഇനി യുദ്ധത്തിന് ഇറങ്ങേണ്ടതില്ല, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അബൂജഹലിനെയും കൂട്ടരെ അറിയിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞത്, മക്കയിൽ നിന്ന് മദ്യവുമായി കൊണ്ട് സ്ത്രീകളുമായി കൊണ്ട് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഹമ്മദിനെയും സൈന്യത്തെയും മുച്ചൂടും തകർത്ത് മദ്യം കുടിച്ച് സ്ത്രീകളുമായി രമിച്ച് നൃത്തം ചെയ്തിട്ടല്ലാതെ ഞങ്ങൾ തിരിച്ചു വരില്ല, നമ്മൾ എന്തായാലും ജയിക്കും എന്ന അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ അഹങ്കാരത്തിന് അനന്തരഫലം എന്തായിരുന്നു? ബദറിൽ വെച്ച് അബൂജഹൽ മരണപ്പെട്ടു. അവിടെ വെട്ടേറ്റ് അബൂജഹൽ പിന്നീട് മരണപ്പെട്ടു. കിങ്കരന്മാരായ ആളുകളെല്ലാം ആ യുദ്ധത്തിൽ വളരെ നിസ്സാരമായ ആളുകളെ കരങ്ങളിൽ കൊല്ലപ്പെട്ടത് ബദറിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരം സുഹൃത്തുക്കൾ ഒരിക്കലും നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാൽ ദർറത്തിൻ മിൻ കിബ്ർ, അണുമണി തൂക്കം അഹങ്കാരമുണ്ടോ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? ബതറുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കൽ അഹങ്കാരമാണ്. ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം, ഇതാണ് പ്രമാണത്തിലുള്ളത്, ഇതാണ് സത്യം എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത്, ആ സത്യത്തെ അംഗീകരിക്കാതിരിക്കുന്നത്, അത് അഹങ്കാരമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതേപോലെ വഗംതുൻ നാസ്, നമുക്ക് കുറെ നേട്ടങ്ങൾ ഉണ്ടാകും, നമുക്ക് കുറെ സൗകര്യങ്ങൾ ഉണ്ടാകും, നമുക്ക് കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഇതൊന്നുമില്ലാത്ത ആളുകൾ ചുറ്റുമുണ്ടാകും. അവരെ കൊച്ചാക്കാൻ, അവരൊക്കെ എന്താണ് എന്ന രൂപത്തിൽ ആളുകളെ ചെറുതാക്കി കാണുന്നത് അഹങ്കാരമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നല്ല വസ്ത്രം ധരിക്കുന്നതോ, വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ, നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കുന്നതോ ഒന്നും അഹങ്കാരമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്താം, എന്നാൽ ഉള്ള സൗകര്യം ഉപയോഗിക്കുന്നതോടൊപ്പം മറ്റുള്ള ആളുകളെ ചെറുതാക്കി കാണും. ഞാൻ എന്തോ വലിയ സംഭവമാണ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നിസാരന്മാരാണ് എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ അതാണ് അഹങ്കാരം. ആ അഹങ്കാരം മനസ്സിലുണ്ടോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരികൾക്ക് നാശമുണ്ട് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി സുഹൃത്തുക്കളെ, പിശാചിനെ ഏറ്റവും വലിയ ശത്രുവായി തന്നെ നമ്മൾ കാണണമെന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിശാച് നമ്മളെ പല നിലക്ക് വഴിവഴപ്പിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വരും. ഒരു വിശ്വാസിയെ വഴിതെറ്റിച്ചുകൊണ്ട് നരകത്തിന്റെ ആളാക്കി മാറ്റുക എന്നത് പിശാച് അള്ളാഹുവോട് ചെയ്ത വാഗ്ദാനമാണ്. സിറാത്തുൽ മുസ്തഖീമിൽ കയറിയിരിക്കുമെന്നും അവരുടെ മുൻഭാഗത്തു കൂടിയും വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തു കൂടിയും വൻ ഐമാനിഹിം വൻ ശമാഇലിഹിം, അവരുടെ വലതും ഇടതും ഭാഗത്തു നിന്നും ഒക്കെ ഞാൻ വഴിതെറ്റിക്കുമെന്ന് പിശാച് അള്ളാഹുവോട് പറഞ്ഞിട്ടുണ്ട്.
നമ്മളെ എല്ലാ നിലയ്ക്ക് വഴിവഴിപ്പിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിശാചിനെ നമ്മൾ മുഖ്യ ശത്രുവായി തന്നെ നമ്മൾ കാരണം. ഇന്ന ശൈത്താനക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾക്ക് പിശാച് ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആ പിശാചിന്റെ സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിശാച് വഇദ് സയ്യന ലഹുമു ശൈത്താനു അമാലഹും, പിശാച് മക്കയിലെ മുശ്രിക്കുകളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അബൂജഹലിനെയും അബൂലഹബിനെയും കണ്ടുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ വിജയിക്കും, നിങ്ങൾ ഉന്നതമായ സംഘമാണ്, നിങ്ങൾക്ക് വലിയ സൈന്യമുണ്ട്, അവർക്കൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാണ് എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി കാണിച്ചു കൊടുത്തു പിശാച്. എന്നിട്ട് വഖാല ലാ ഗാലിബ ലക്കും അൽയൗമ മിനൻ നാസ്, നിങ്ങളെ ഒരാളും പരാജയപ്പെടുത്തുകയില്ല, നിങ്ങൾ അതിജയിക്കുവാൻ ഒരാൾക്കും സാധ്യമാകില്ല എന്ന് പിശാച് മക്കയിലെ മുശ്രിക്കുകളെ പഠിപ്പിച്ചു കൊടുത്തു. വ ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പിശാച് അവരോട് പറഞ്ഞു. അങ്ങനെ പിശാച് അവരെ പ്രേരിപ്പിച്ചിട്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടാണ് മക്കയിലെ അബൂജഹൽ സംഘവും മദീനത്തേക്ക് പുറപ്പെടുന്നത്. എന്നാൽ ഫലമ്മാ തറഅത്തിൽ ഫിഅതാൻ, രണ്ടു സൈന്യങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ പിശാച് മുശ്രിക്കുകൾ കാണാത്ത കാഴ്ചകൾ പിശാച് കാണുകയാണ്. അവൻ നകസ അലാ ഖിബൈഹി, അവൻ പിന്തിരിഞ്ഞോടുകയാണ്. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇന്നി അറാ മാ ലാ തറൗൻ, ഞാൻ നിങ്ങൾ കാണാത്തത് കാണുന്നു എന്നാണ്. ആകാശത്ത് നിന്ന് മലക്കൾ ഇറങ്ങുന്നത്, മുസ്ലിം സൈന്യത്തെ രക്ഷിക്കുന്നത്, സംഘത്തിന്റെ സൈന്യത്തിന് രക്ഷയായി ഇറങ്ങുന്നത് പിശാച് കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അപ്പോൾ പിശാച് പറഞ്ഞത്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിൽ ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് പിശാച് പിന്നീട് കൈവടി എന്ന കാഴ്ച ബദറിൽ നടന്നുവെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതേ രൂപത്തിൽ പിശാച് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ പല തിന്മകളും ചെയ്യാൻ വേണ്ടി പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ മാത്രമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. പ്രത്യേകിച്ച് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പിശാച് കൈമലർത്തിക്കൊണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ, നിന്റെ പ്രവൃത്തി നീ തന്നെ അനുഭവിച്ചു കൊള്ളുക എന്ന് പിശാച് പരലോകത്ത് പറയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ പിശാച് നമ്മളെ വഞ്ചിക്കും, അവന് പരമവഞ്ചകനാണ്. അതുകൊണ്ട് ആ പിശാചിനെ മുഖ്യ ശത്രുവായി കണ്ട് തിന്മകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാൻ നമുക്കതിന് പ്രേരണ നൽകണം. പിശാചിനെ കെട്ടിയിട്ട മാസത്തിൽ പിശാച് നമ്മളെ പിന്തിരിപ്പിക്കുമ്പോൾ, തിന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ, പിശാച് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് ചിന്തിക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. നമുക്ക് ബദർ നൽകുന്ന മൂന്നാമത്തെ പാഠമാണ്. നാലാമത്തെ സുഹൃത്തുക്കളെയും ഇസ്ലാമിനെ സാധ്യമാകുന്ന രൂപത്തിലൊക്കെ സഹായിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബദറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും 300-ൽ പരം മാത്രമാണുള്ളത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലിറങ്ങിയ ആളുകളിൽ തന്റെ കൂടെയുള്ള ആളുകൾ അബൂ സുഫിയാൻ സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. എന്നാൽ പിന്നീട് യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഇവർ എന്റെ കൂടെ നിൽക്കുമോ എന്ന് പ്രവാചകന്റെ പേടിയുണ്ടായി. പ്രവാചകന്റെ കൂടെ മക്കയിൽ നിന്ന് എല്ലാം വിട്ടേച്ച് മദീനത്തേക്ക് എത്തിയവർ, അവർ എന്തായാലും റസൂലിന്റെ കൂടെ നിൽക്കുമെന്ന്, മുഹാജിറുകൾ പ്രവാചകന്റെ കൂടെ നിൽക്കുമെന്ന് റസൂൽ 100% ഉറപ്പായിരുന്നു. എന്നാൽ പ്രവാചകന്റെ ആവശ്യം മദീനയിലെ അൻസാറുകളും ഔസ് ഖസ്റജ് ഗോത്രത്തിലെ ആളുകളുമാണ് പ്രവാചകന്റെ ആവശ്യം. അവരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്, അവരാണ് കൂടുതൽ സഹായിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത്. അവർ തന്റെ കൂടെ നിൽക്കുമോ എന്ന് പ്രവാചകന് പേടിയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആശങ്ക അവരുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ അൻസാരികളുടെ നേതാവായ മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞത്, സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ ആ വാക്ക് കൊണ്ടെങ്കിലും ശക്തിപ്പെടുത്തണം, കൂടെ നിൽക്കണമെന്ന പാഠമാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹം പറഞ്ഞത്, ലാ തഖൂലു കമാ ഖാല ഖൗമു മൂസ ലി മൂസ, റസൂലേ, മൂസാ നബിയുടെ ആളുകൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറയില്ല. എന്നാണ് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില എന്നാണ് മൂസയുടെ ആളുകൾ പറഞ്ഞത്. മൂസ, നീയും നിന്റെ ആളുകളും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഇന്നാ ഹാഹുനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ നിന്നുകൊള്ളാം, പോയി വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശത്രുക്കളെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറയില്ല റസൂലേ, നമ്മൾ വലാകിന്ന നുഖാതിലു അൻ യമീനിക്, റസൂലേ, ഞങ്ങൾ താങ്കളുടെ വലത് ഭാഗത്ത് യുദ്ധം ചെയ്യും, വഅൻ ശിമാലിക്, താങ്കൾ ഇടത് ഭാഗത്ത് യുദ്ധം ചെയ്യും, വബൈന യദൈക വഖൽഫക്, റസൂലേ, താങ്കളുടെ മുമ്പിലും പിന്നിലും ഞങ്ങൾ ഉണ്ടാകും, താങ്കളുടെ കൂടെ മുന്നിലും പിന്നിലും ഇടതും വലതുമായിക്കൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകും. താങ്കൾ ഒരു പുഴയിലേക്ക് നമ്മളോട് ഒളിയിട്ടിറങ്ങാൻ പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങാൻ നമ്മൾ റെഡിയാണ്. റസൂൽ താങ്കൾ എന്ത് പറഞ്ഞോ നമ്മൾ റെഡിയാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്തുകയാണ്.
പരിശുദ്ധമായ ദീനിനെ പ്രയാസമുണ്ടാകുമ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ കൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ദീനിന് പ്രയാസം വരുമ്പോൾ, ദീനിനെ സഹായിക്കേണ്ട ഘട്ടം വരുമ്പോൾ, സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ശരീരം കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഒരു വാക്കുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഇസ്ലാമിനെ സഹായിക്കുവാൻ, ഒരു ദീനിന്റെ മാർഗത്തിലേക്ക് പുറപ്പെട്ടിറങ്ങുമ്പോൾ, പള്ളിയുടെ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വാക്കുകൊണ്ടെങ്കിലും പറഞ്ഞ് കൂടെയുണ്ട്, ധൈര്യമായി ഇറങ്ങിക്കോ എന്ന് പറയാൻ കഴിയുന്നത് അതൊരു വലിയ ഗുണമാണ് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിനെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിലെല്ലാം സഹായിക്കേണ്ടത്. അതല്ലാതെ ഇസ്ലാം ഒരു പ്രയാസം നേരിടുമ്പോൾ ഞാനും എൻ്റെ കാര്യവും എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. മുസ്ലിങ്ങളെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ താടി വടിച്ച് ഇസ്ലാമിന്റെ ഷിയാറൊക്കെ മാറ്റി വെച്ച് ഞാനങ്ങനെ താടി വെച്ചിറങ്ങിയ ആളുകളൊക്കെ എന്നെയും അങ്ങനെ പ്രയാസപ്പെടുത്തുമോ, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ആ പ്രയാസം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയല്ല. മറിച്ച് മുസ്ലിമീങ്ങളെ സഹായിക്കുവാൻ, ഇസ്ലാമിനെ സഹായിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന സുഹൃത്തുക്കളെ ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പരമപ്രധാനമായി അഞ്ചാമതായി സുഹൃത്തുക്കളെ ബദർ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം, സത്യസന്ധമായ വിശ്വാസം നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. ബദർ എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കിയവരും അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരും തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല ബദർ, ഒരിക്കലുമല്ല. ബദറിലേക്ക് പുറപ്പെടുമ്പോൾ മക്കയിൽ നിന്ന് അബൂജഹലും സംഘവും കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് അല്ലാഹുവേ ഇതിൽ ഉന്നതമായ സംഘത്തെ നീ വിജയിപ്പിക്കണമേ എന്നാണ്. വാഖറബുൽ ഫിഅതൈൻ, നിന്നിലേക്ക് ഏറ്റവും അടുത്ത സംഘത്തെ നീ വിജയിപ്പിക്കണമേ എന്നാണ്. വഖൈറുൽ ഖബീലതൈൻ, ഈ രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും ഖൈറായ ഉന്നതമായ നല്ല ഗോത്രത്തെ നീ വിജയിപ്പിക്കണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചിറങ്ങിയവരായിരുന്നു ബദറിൽ അബൂജഹൽ. അല്ലാഹു സുബ്ഹാനഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആകാശത്തെ കരങ്ങൾ നീട്ടിക്കൊണ്ട് അല്ലാഹുവേ നിന്റെ വാഗ്ദാനം ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. അപ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ച രണ്ടു സംഘങ്ങൾ തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. പിന്നെ എന്താണ് വ്യത്യാസം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധിയിലും റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ മക്കയിൽ മുശ്രിക്കുകൾ അബൂജഹലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് മാത്രമേ തിരിയുകയുള്ളൂവെങ്കിലും മറ്റു സന്ദർഭങ്ങളിൽ ലാത്തയെ രക്ഷിക്കണേ, ഉസ്സയെ കാക്കണേ, ഇബ്രാഹിം നബിയെ കാക്കണേ, ഇസ്മായിൽ നബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണേ, ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യമുണ്ടാക്കുവാൻ, റബ്ബിലേക്ക് ശുപാർശ ചെയ്യുവാൻ, റബ്ബിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത ഇസ്ലാമിലെ അവിടെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ കൊണ്ട് ഇടതേട്ടം നടത്തുന്ന ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അത് ഷിർക്കാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആ ഷിർക്കിന്റെ ആളുകളുമായിക്കൊണ്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു ബദർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വിശ്വാസം കൈവരിച്ചെങ്കിൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് ശരിയായ വിശ്വാസം മുറുകെ പിടിച്ചപ്പോൾ മുസ്ലിം സൈന്യം എണ്ണം കൊണ്ട് കുറവായിട്ടും അള്ളാഹു വിജയം നൽകി. അത് നമുക്ക് ബദർ നൽകുന്ന പാഠമാണ്. സുഹൃത്തുക്കളെ, ഇതായിരിക്കണം ബദർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെ നാടുകളിൽ ഇന്ന് ഈ ബദറിന്റെ പേരിൽ നടക്കുന്നത് ഈ വിശ്വാസത്തെ പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങളാണ്. 17 ആളുകൾക്ക് ഓർമ്മ വരുന്നത് ബദർ മൗലിദും ബദറിന്റെ ഭാഗമായി വെക്കുന്ന ബിരിയാണിയും നെയ്ച്ചോറും പോത്തിറച്ചിയും ഒക്കെയാണ് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. 17 അന്ന് പള്ളികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ബദർ ശുഹദാക്കളോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ നാടുകളിലുള്ളത്. യമൻ ബിഹി ഖല്ലറദ വമൻ ബിഹം മിൻ നകിദ എന്ത് പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ചോ എന്നാണ് ചില ആളുകൾ ഇന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പിന്നെ ഏത് പ്രയാസവും രോഗവും ബുദ്ധിമുട്ടുകളും എല്ലാം ബദരീങ്ങളെ തുണകൊണ്ട് ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയേകണം യാ റബ്ബന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണെങ്കിലും ബദരീങ്ങൾ ഇടതേറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, നേരെ മറിച്ച് മറ്റൊരിക്കൽ ബദരീങ്ങളെ എന്ന് ബദരീങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം ഇന്ന് സമൂഹത്തിലുണ്ട്. ബദർ എന്തിന് നടന്നോ ആ ലക്ഷ്യം പോലും പരിപൂർണമായും ഇല്ലാതാക്കി കളയുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ അവസ്ഥയിലേക്ക് പോകാതെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സേവനം ചെയ്യാനും വേണ്ടി നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ബദർ നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നയിച്ചാൽ ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ കൂടെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്കേവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുവാൻ ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ട മാസമാണ്. റസൂലും സഹാബികളും ബദ്റിലേക്ക് ഇറങ്ങിയത് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അത് ഊട്ടി ഉറപ്പിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ആധുനിക സമകാലിക സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അറബ് രാജ്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്കുള്ള രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബ് രാജ്യങ്ങളിൽ സമാധാനം നൽകുമാറാകട്ടെ, അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. എന്നാൽ സുഹൃത്തുക്കളെ, ഇതേ സന്ദർഭത്തിൽ ഈ കാര്യത്തിന്റെ മറവിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ആവശ്യം ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടാ. ഒരു ആവേശത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്ന അവസ്ഥ ആവശ്യം നമുക്ക് ഉണ്ടായിക്കൂടാ. സമൂഹത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള യുദ്ധം നടക്കുമ്പോൾ, ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസത്തെ തന്നെ പരിപൂർണമായി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഇതിന്റെ വക്താക്കളായി തന്നെ പുറത്തേക്ക് വരുമ്പോൾ വേറെ ചില ആളുകൾ ഇവരുടെ ആവേശത്തിന്റെ പുറത്ത് അത് വായിച്ചും കേട്ടും അതാണ് ശരിയെന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റും അത്തരത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ, ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടാളുകളുടെയും വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടുപേരും മുസ്ലിമുകളുടെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപൂർണം അപലപിക്കുന്ന വിഷയമാണ്. ലോകത്ത് യുദ്ധം ഉണ്ടാകരുത്. യുദ്ധത്തിന്റെ പേരിൽ മരിക്കുന്നത് പലപ്പോഴും നിരപരാധികളായ ആളുകളാണ്. ഏറ്റുമുട്ടുന്ന അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയോ മരണം വരികയോ ചെയ്യാറില്ല. മറിച്ച് എപ്പോഴും മരണപ്പെടുന്നത് സാധാരണക്കാരായ നിരപരാധികളായ ആളുകൾ. അവർ മരിക്കുന്നത് നമുക്ക് വലിയ സങ്കടമുണ്ട്. നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ മറവിൽ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന അവസ്ഥയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇറാൻ എന്ന് പറഞ്ഞാൽ പരമോന്നതമായി ഷിയ വിശ്വാസം കൈക്കൊള്ളുന്ന രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അവിടെ പരമോന്നത നേതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഷഹീദാണ് എന്നും യാ ഷഹീദ് അസ്സലാം എന്നുമൊക്കെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും അതിനെ വാഴ്ത്തിക്കൊണ്ടുമുള്ള സംസാരങ്ങൾ നമ്മുടെ നാട്ടിൽ പല ആളുകളുടെയും ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ്. ഇസ്ലാമിന് എപ്പോഴും നാശം മാത്രം വരിച്ചവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മരണപ്പെട്ട ഷഹീദ് എന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിമീങ്ങൾക്കെതിരെ, സഹാബികൾക്കെതിരെ പോലും വളരെ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞവരാണ്. ഫിഖ് പഠിപ്പിക്കുന്ന കിതാബു ത്വഹാറത്തിൽ അവിടെ ശുദ്ധിയും അശുദ്ധിയും വേർതിരിക്കുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും അബൂബക്കറും ഉമറും ഉസ്മാനും അവർ പട്ടിയേക്കാൾ പന്നിയേക്കാൾ മോശപ്പെട്ടവരാണ്, വൃത്തികെട്ടവരാണ് എന്ന് എഴുതിയ ആളുകളാണ്. മാത്രവുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്നും അവർ മോശപ്പെട്ടവരാണ് എന്നും സഹാബികൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയവരാണ് എന്നും ആയിഷ ബീവി നരകത്തിലാണെന്ന് വിശ്വസിക്കാത്തവൻ മുസ്ലിം ആകില്ല എന്നും വരെ പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അവർ അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്നും അധികാരം തട്ടിയെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അധികാരം തട്ടിയെടുത്ത അവർ മുനാഫിഖും കാഫിറുമാണ്, അവർ കാഫിറാണെന്ന് വിശ്വസിക്കാത്തവൻ കാഫിറാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ. ജമൽ യുദ്ധത്തിലും സുഫീൻ യുദ്ധത്തിലും അലി റളിയല്ലാഹു അൻഹു എതിർഭാഗത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെല്ലാം കാഫിറാണ് എന്നും അവരെല്ലാം നരകത്തിലാണ് എന്നും ഭൂരിഭാഗം മുസ്ലിമീങ്ങളെയും അങ്ങനെ നരകത്തിലും ആക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ, ഇസ്ലാമിന്റെ വിശ്വാസ ആചാരങ്ങളെ എല്ലാത്തിന്റെയും കടക്ക് കത്തിവെച്ച് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളുകൾ, മക്കയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ ആളുകളായിരുന്നവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോകുവാൻ മാത്രം പ്ലാനിട്ടവരായിരുന്നു. മസ്ജിദുൽ ഹറമിൽ അടക്കം യുദ്ധ ഭീതി ഉണ്ടാക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്ത ആളുകൾ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആ ഷിയാക്കളെ മഹത്വവൽക്കരിക്കുവാൻ അഹ്ലു സുന്നക്ക് സാധ്യമാവുകയില്ല. അത്തരം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഷഹീദാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വാഴ്ത്തുവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാവുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ മാസം വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ട മാസത്തിൽ തന്നെ ഇത്തരം ഇടപെടലുകളിലൂടെ നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പല ആളുകളും പരസ്പരം ഏറ്റുമുട്ടലുകളും വൃത്തികെട്ട സംസാരങ്ങളും ഒക്കെ മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ദുരവസ്ഥ ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മൾ കണ്ടുവരുന്നു. അതിൽ നിന്നും സുഹൃത്തുക്കളെ, സഹോദരന്മാരെ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കുവാൻ മുസ്ലിം ലോകത്തൊരു സംഗതികൾ നടക്കുമ്പോൾ ആ വിഷയത്തെ
ആളുകൾ സമൂഹത്തിലെ മീഡിയ എന്ത് പറയുന്നു, പത്രങ്ങൾ എന്ത് കാണുന്നു, അത് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകാതെ വസ്തുതകളെ വസ്തുതാപരമായി കൊണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ, സാന്ദർഭികമായ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങളിൽ യുദ്ധത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അത് ഏത് രാജ്യമായിരുന്നാലും ശരി അവരുടെ കൂടെയാണ് നമ്മളുള്ളത്. അത് കാഫിർ രാജ്യമായിരുന്നാലും ശരി, പിന്നെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, ഒരു കാരണവുമില്ലാത്ത നിരപരാധികളായ ആളുകൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ നമ്മൾ അവരുടെ കൂടെയാണ്, അത് ആരായിരുന്നാലും അവരുടെ കൂടെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും നമ്മൾ സന്നദ്ധമായി കൂടാ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൂടെ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.